ഹായ് എവ്രിബഡി. ഇന്ന് ക്ലാസ് സിക്സ്ത്തിലെ ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തേർഡ് ചാപ്റ്റർ പെഹലി ബൂന്ത്. ഇത് എഴുതിയിരിക്കുന്ന കവിയുടെ പേരാണ് ഗോപാൽ കൃഷ്ണ കൗൾ. പെഹലി ബൂന്ത് മീൻസ് ഫസ്റ്റ് റെയിൻ ഡ്രോപ്പ്. മഴക്കാലത്ത് വീഴുന്ന ഫസ്റ്റ് റെയിൻ ഡ്രോപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങല്ലേ. ഓരോ ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്ങും പറഞ്ഞു തരും. അത് അപ്പം പെൻസിൽ കൊണ്ട് അവിടെ എഴുതിയിടുക കേട്ടോ. वह पावस का प्रथम दिन जब पहली बूंद धरा पर आई. ആ മഴക്കാലത്തിൻ്റെ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് റെയിൻ ഡ്രോപ്പ് ഭൂമിയിൽ വീണപ്പോൾ. പാവസ് മീൻസ് മഴക്കാലം. പ്രഥം ദിവസ് ഫസ്റ്റ് ഡേ. പെഹലി ബൂന്ത് ഫസ്റ്റ് റെയിൻ ഡ്രോപ്പ്. ധര മീൻസ് ധർത്തി ഭൂമി. ആയി മീൻസ് വരിക, ഭൂമിയിൽ വീണു എന്നാണ് അർത്ഥം. अंकुर फूट पड़ा धरती से नवजीवन की ले अंगड़ाई. അങ്കുർ ഫുഡ് പട മീൻസ് പുതിയതായി ഇങ്ങനെ മുള പൊട്ടി വരുന്ന പ്ലാന്റ്സിനെയാണ് പറയുന്നത്. മണ്ണിൽ നിന്ന് പുതിയ മുള പൊട്ടി പുതിയ ജീവിതത്തിൻ്റെ പുതിയ ഉണർവ് ഏറ്റുവാങ്ങി. അങ്കടായി മീൻസ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കാണിക്കുന്ന ആക്ടിവിറ്റീനെയാണ് അങ്കടായി എന്ന് പറയുന്നത്. അതായത് ഉണർവ്. നവജീവൻ പുതിയ ജീവിതം, അതായത് പുതിയ മുളയൊക്കെ പൊട്ടി പുതിയ പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ വരുമ്പോൾ അതിനൊരു പുതിയ ജീവിതം കൊടുക്കുന്നു. ഈ വെള്ളം കാരണമുള്ള പുതിയ ജീവിതം കിട്ടുന്നു എന്നാണ് പറയുന്നത്. ധർത്തി കെ സൂഖേ അധറോ പർ ഗിരി ബൂന്ത് അമൃത് സി ആക്കർ. സൂഖേ അധറോ മീൻസ് ഉണങ്ങിയ ചുണ്ടുകൾ, നമ്മൾ ഡ്രൈ ലിപ്സ് ഉണ്ടാവില്ലേ, അതിൽ ഒരു ബൂന്ത്. ബൂന്ത് മീൻസ് ഡ്രോപ്പ്. അമൃത് സി ആക്കർ അമൃതം പോലെ വന്ന് വീണു. അതായത് ഭൂമിയുടെ ഡ്രൈ ലിപ്സിൽ ഈ റെയിൻ ഡ്രോപ്സ് അമൃതം പോലെ വന്ന് വീണു. അത് നമുക്കറിയാമല്ലോ, നമ്മുടെ സമ്മർ സീസണിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഭൂമിയിലാണ് ഈ മഴ തുള്ളികൾ ഇങ്ങനെ വീഴുന്നത്. അത് കമ്പയർ ചെയ്ത് പറയുന്നതാണ്. നെക്സ്റ്റ് വസുന്ധരാക്കി റോമാവലീസി ഹരിദൂബ് പുൽക്കി മുസ്കായി. റോമാവലീസി രോമാഞ്ചം പോലെ, വസുന്ധര ഭൂമിയെ പറയുന്നതാണ്. ഹരിദൂബ് ഈ ഗ്രീൻ ഗ്രാസ് പച്ചപ്പുല്ലുകൾ. പുൽക്കി മുസ്കായി സന്തോഷിച്ച് പുഞ്ചിരിച്ചു മീൻസ് ഭൂമിയുടെ രോമാഞ്ചം പോലെ പച്ചപ്പുല്ലുകൾ സന്തോഷിച്ച് ചിരിച്ചു പുഞ്ചിരിച്ചു. പെഹലി ബൂന്ത് ധരാ പർ ആയി ഫസ്റ്റ് റെയിൻ ഡ്രോപ്സ് ഭൂമിയിൽ വന്ന് വീണു. അത് റിപ്പിറ്റേഷനാണ്. ആസ്മാൻ മേ ഉഡ്താ സാഗർ ലഗാ ബിജലിയോ കെ സ്വർണിം പർ. ആകാശത്ത് പറക്കുന്ന സാഗർ. സാഗർ മീൻസ് ഓഷ്യൻ. നമുക്കും ആകാശത്ത് നോക്കുമ്പോൾ തോന്നുമല്ലോ അങ്ങനെ ആകാശം ഇങ്ങനെ ഓഷ്യൻ പോലെ ഇങ്ങനെ പറന്ന് പോകുന്നു. പിന്നെ ലഗാ ബിജ്ലിയോ കെ സ്വർണിം പർ, ബിജ്ലി പോലത്തെ, ബിജ്ലി മീൻസ് ലൈറ്റ്നിങ് പോലത്തെ ഗോൾഡൻ ഫെദേഴ്സ് വെച്ചിട്ടാണ് പറക്കുന്നത്. അതുപോലെയാണ് തോന്നുന്നത്. ലഗ മീൻസ് ഫീൽ ചെയ്യുന്നത്. ബിജ്ലിയ ലൈറ്റ്നിങ്, സ്വർണിങ് പർ ഗോൾഡൻ ഫെദേഴ്സ്. ഇവിടെ ലൈറ്റ്നിങ്ങിനെ ഗോൾഡൻ ഫെദേഴ്സ് ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ബജാ നഗാഡെ ജഗാ രഹേ ഹേ ബാദൽ ധർത്തി കി തരുണായി. ഇവിടെ ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ഇടിവെട്ടിൻ്റെ സൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. നഗാഡെ മീൻസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണ്. ബജാ നഗാഡെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചിട്ട് കൊട്ടും മേളൊക്കെ ആയിട്ട്. ജഗാ രഹേ ഹേ എണീപ്പിക്കുന്നു, അതായത് ഉണർത്തുന്നു. ജഗാ രഹേ ഹേ ബാദൽ ധർത്തി കി തരുണായി. ബാദൽ മേഘങ്ങൾ ഭൂമിയുടെ യൗവനത്തെ ഉണർത്തുന്നു. യൗവനം തരുണായി. പെഹലി ബൂന്ത് ധരാപ്പറായി വീണ്ടും റെപ്പിറ്റേഷൻ. നീലെ നയനോ സായഹ അംബർ കാലി പുത്ലി സേയെ ജൽധർ. ബ്ലൂ ഐസ് പോലത്തെ ഈ ആകാശം, കറുത്ത കൃഷ്ണമണി പോലുള്ള ഈ കാർമേഘങ്ങൾ. നീലെ നയൻ ബ്ലൂ ഐസ്, അംബർ ആകാശം, കാലി കറുത്തത്, പുത്ലി കൃഷ്ണമണി, ജൽധർ കാർമേഘങ്ങൾ. കവി ഓരോന്നിനും ഓരോന്നായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാണ്. കരുണ വിഗലിത് അശ്രു ബഹാക്കർ ധർത്തി കി ചിർ പ്യാസ് ബുझായി. കരുണ വിഗലിത് അതായത് കരുണ നിറഞ്ഞിട്ടുള്ള ടിയേഴ്സ് ഒഴുക്കിക്കൊണ്ട്, അതായത് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട്, അശ്രു കണ്ണുനീർ, ബഹാക്കർ ഒഴുക്കിക്കൊണ്ട്, ധർത്തി കി ചിർ പ്യാസ് ബുझായി ഭൂമിയുടെ ദീർഘകാലത്തെ ആ ദാഹം അങ്ങ് അടക്കി, ദാഹം ശമിപ്പിച്ചു. ചിർ പ്യാസ് ഒരുപാട് കാലത്തെ ദാഹം. ബുझായി കിടത്തുന്നതിനെയാണ് പറയുന്നത്. കിടത്തുക മീൻസ് തീ കെടുത്തുക, ദാഹം കെടുത്തുക അങ്ങനെ. ബൂഢി ധർത്തി സസ്യ ശ്യാമല
बनने को फिर से ललचाई, पहली बूंद धरा पर आई. ഈ വയസ്സായിട്ടുള്ള ഈ ഭൂമി സസ്യശ്യാമള വീണ്ടും പച്ചപ്പ് നിറഞ്ഞ് ബന്നെ കോ ഫിർ സെ ലൽച്ചായി വീണ്ടും അങ്ങനെ ആവാൻ ലൽച്ചായി ആഗ്രഹിച്ചു കൊതിച്ചു. കവി ഈ സ്റ്റാൻസയിൽ ബൂഡി ധർത്തി എന്ന് പറഞ്ഞാൽ അതായത് വയസ്സായിട്ടുള്ള ഭൂമി അതിന് ഭൂമിക്ക് ഇങ്ങനെ വീണ്ടും മഴയൊക്കെ പെയ്ത് പ്ലാന്റ്സ് ഒക്കെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ ഗ്രീനിഷായിട്ട് നിൽക്കാൻ ഒരുപാട് ആഗ്രഹം കൊതിയാവുന്നു. ലൽച്ചാന മീൻസ് കൊതിച്ചു. ഫിർസെ വീണ്ടും. പിന്നെ അഗെയിൻ റിപ്പീറ്റേഷനാണ് പെഹ്ലി ബൂന്ദ് ധരാ പർ ആയി, റിട്ടൺ ബൈ ഗോപാൽ കൃഷ്ണ കോൾ. ഇൻ ടോട്ടൽ നമുക്ക് പറയാം ഇത് ഫസ്റ്റ് റെയിൻ ഡ്രോപ്സ് വീഴുന്ന ഒരു സിറ്റുവേഷനാണ്. എങ്ങനെയാണ് നമ്മുടെ ധർത്തിയുടെ ഫീൽ, ആ വീഴുന്ന ആ ഭൂമിയുടെ ഫീൽ എന്താണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ധർത്തിയാണെങ്കിലും ഓരോ റെയിൻ ഡ്രോപ്സ് വീഴുമ്പോൾ അതിന് ചേഞ്ചസ് അവിടെ വരുന്നുണ്ടല്ലോ. ഗ്രീൻ ആവും, തണ്ടർ ഉണ്ടാവും, സ്റ്റോം ഉണ്ടാവും, അതൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ കവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കവി രാമകൃഷ്ണ കോൾ ഒരു പ്രസിദ്ധമായിട്ടുള്ള മനോഹരമായിട്ടുള്ള രചനകളും കവിതകളൊക്കെ എഴുതുന്നൊരു കവിയാണ്. 1923 ജനിച്ചു ആൻഡ് ഡെത്ത് ഡേറ്റ് 2007. ഹം കുച്ച് സീഖേ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രസിദ്ധമായിട്ടുള്ള കവിതയും കൂടി എഴുതിയിട്ടുണ്ട്. ഒരുപാട് മോട്ടിവേഷൻ തരുന്ന ഒരു കവിയാണ് ബാലകൃഷ്ണ കോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.